നമസ്കാരം. തൊടിയിലെ ചെടി എന്ന പരിപാടിയിലേക്ക് മാന്യപ്രേക്ഷകർക്ക് സ്വാഗതം. ഇന്ന് പരിചയപ്പെടുത്തുന്നത് ചുണ്ണാമ്പുവള്ളിയെയാണ്. ഏതൊരു ചെടിയുടെ പേരിനും അതിൻ്റെ രൂപസാദൃശ്യത്തോടോ അല്ലെങ്കിൽ അതിൻ്റെ ഔഷധ ഗുണത്തോടോ ബന്ധമുണ്ടായിരിക്കും. ചുണ്ണാമ്പുവള്ളി എന്ന് ഇതിനെ പറയാൻ കാരണം ഇതിൻ്റെ മൂത്ത തണ്ടിൻ്റെ മുകളിലായി ചുണ്ണാമ്പ് പോലെ ഒരു വെളുത്ത പദാർത്ഥം പറ്റിപ്പിടിച്ചിരിക്കും. വൈറ്റേസിയ കുടുംബാംഗത്തിലാണ് ഇത് ഉൾപ്പെട്ടിരിക്കുന്നത്. ഇതിൻ്റെ ശാസ്ത്രീയ നാമം സീസസ് റെപ്പൻസ് എന്നാണ്. ഇത് ഒറ്റനോട്ടത്തിൽ ഇതിനെ കാണുമ്പോൾ നമുക്ക് അമൃതവള്ളിയോട് സാദൃശ്യം തോന്നും. ഇതിൻ്റെ തണ്ടുകൾ ഉരുണ്ടാണ് ഇരിക്കുന്നത്. മഴക്കാടുകളിലാണ് ഇത് ധാരാളമായി വളർന്നു വരാറുള്ളത്. ഇന്ത്യ, നേപ്പാൾ, മ്യാൻമാർ, ബംഗ്ലാദേശ് തുടങ്ങിയ സ്ഥലങ്ങളിലാണ് ഇത് കൂടുതലായി കാണപ്പെടുന്നത്. ഇന്ത്യയിൽ കേരളം, കർണാടക, മഹാരാഷ്ട്ര, ഗോവ എന്നിവിടങ്ങളിലും ഇത് കാണാൻ സാധിക്കും. ഇലകളുടെ എതിർവശത്ത് കാണുന്ന ഈ ടെൻഡ്രിലിൻ്റെ സഹായത്തോടെയാണ് ഇത് മറ്റു ചെടികളിൽ പടർന്നു പിടിച്ച് വളരാറുള്ളത്. ഇതിൻ്റെ ഇലകൾ ഹൃദയാകൃതിയാണുള്ളത്. അരിക് ദന്തുരമാണ്. വളരെ നേർത്ത ഇലകളാണ് ഇതിൻ്റെ. അത് ഏകാന്തരമായി വിന്യസിച്ചിരിക്കുന്നു. ഇലയുടെ തണ്ടിന് 5 സെൻറ്റിമീറ്ററിലധികം നീളമാണുള്ളത്. അതുപോലെ ഇതിൻ്റെ കായ ഉരുണ്ടാണിരിക്കുക. അത് പഴുത്തു കഴിഞ്ഞാൽ ഒരു പർപ്പിൾ കലർന്ന കറുപ്പ് നിറത്തോടു കൂടിയാകും. അതിൽ 2 വിത്തുകളാണ് ഉണ്ടാവുക. അതേപോലെ ഇതിൻ്റെ പൂക്കൾ വളരെ ചെറുതാണ്. അതിന് ഇളം പച്ച നിറത്തോടു കൂടിയതുമാണ്. സമൂലമായിട്ടാണ് ഇത് ഔഷധത്തിൽ ഉപയോഗിച്ചു വരാറുള്ളത്. ഇതിൻ്റെ ഇലയും തണ്ടുമൊക്കെ ആദിവാസികൾ പച്ചക്കറിയായി ഉപയോഗിച്ചു വരാറുണ്ട്. ഇത് കൂടുതലായി ശ്വാസസംബന്ധമായ അസുഖങ്ങൾക്കാണ് ഉപയോഗിക്കാറുള്ളത്. അതുപോലെ ഇതിൻ്റെ വേരുകൾ പാമ്പ് വിഷത്തിന് ഉത്തമമാണ്. പനി, വിശപ്പില്ലായ്മ, ത്വക്ക് സംബന്ധമായ അസുഖങ്ങൾക്ക്, അതേപോലെ കരൾ രോഗങ്ങൾക്കെല്ലാം ഈ ചുണ്ണാമ്പുവള്ളി ഉപയോഗിച്ചു വരാറുണ്ട്. ഇതിൻ്റെ ഔഷധ പ്രയോഗങ്ങളെക്കുറിച്ച് ഡോക്ടർ CM ശ്രീകൃഷ്ണൻ വിശദീകരിക്കുന്നതാണ്. ചുണ്ണാമ്പുവള്ളി അതൊരു മിനിമം ഒരുവിധം നല്ല രീതിയിൽ ഉപയോഗിക്കുന്ന ഔഷധമായിട്ടാണ് കണക്ക്. അതിപ്പോൾ മിക്കവാറും അതിന് ഈ പനി കുറയ്ക്കാനുള്ള ഗുണമുണ്ട്. അപ്പോൾ ഇതുകൊണ്ട് ചെറുതായിട്ട് ഇതിൻ്റെ സ്വരസലിയെടുത്ത് വെള്ളം തിളപ്പിച്ചൊരു കഷായം പോലെ ആക്കിയിട്ട് ഒരു ഫാണ്ട കഷായം എന്ന് പറയും, അങ്ങനെ ഉണ്ടാക്കുക. വെറുതെ തിളപ്പിക്കുക. അത് കഴിച്ച് ഈ ചെറിയ പനികളൊക്കെ കുറയും. അതുപോലെ തന്നെ ഈ കാസശ്വാസങ്ങൾ, ചുമയും ശ്വാസമുട്ടൊക്കെ ഉണ്ടാകുമ്പോൾ ഇതിൻ്റെ ഈ കഷായത്തിൽ തേൻ ചേർത്ത് ഇടയ്ക്ക് കഴിച്ച് കഴിഞ്ഞാൽ കഫം കണ്ടുപിടിക്ക് പോകും. പിന്നെ ഇതൊരു വിഷശമനാണ്. ഇതിൻ്റെ ഈ വേരും തണ്ടൊക്കെ എടുത്തൊരു കഷായം വെച്ച് വിഷം പറ്റിയ കണ്ടീഷനിൽ അകത്തേക്കും കൊടുക്കാം, പുറത്തേക്കും കൊടുക്കാം. പിന്നെ ഈ ചില ഈ നീരോട് കൂടിയിട്ട് വേദനയോട് കൂടിയുന്ന കണ്ടീഷനിൽ ഇതിൻ്റെ കഷായം ധാര ചെയ്ത് കഴിഞ്ഞാൽ വേദന കുറയും. പിന്നെ ഇതിന് ഈ ലിവറിനെ സ്റ്റിമുലേറ്റ് ചെയ്യാനുള്ള കഴിവുണ്ട്. അതായത് ഇപ്പോൾ ഈ ലിവറും അതുപോലെ ഈ സ്പ്ലീനും, അതായത് കരളും ഈ പ്ലീഹ എന്ന് പറയുന്ന അവയവത്തിന് എന്തെങ്കിലും കേടുപറ്റിയാൽ അതിനെ കറക്റ്റ് ചെയ്യാനുള്ള കഴിവ് ഈ ഔഷധത്തിനുണ്ട്. ഇതിൻ്റെ കഷായം ദിവസേന കഴിക്കുക, അല്ലെങ്കിൽ അത് ഒരു പൊടിയാക്കിയിട്ട് തേൻ ചേർത്ത് കഴിച്ചാൽ ഈ ലിവർ ഡിസീസ്, ലിവർ സീറോസ്, അങ്ങനെ ഈ ആൽക്കഹോളൊക്കെ കഴിച്ച് ലിവർ വീക്കായ ആൾക്കാർക്ക് അത് ദിവസേന കഴിക്കാൻ നല്ലതാണ്, കൊടുക്കാറുണ്ട്. പിന്നെ ഈ വിശപ്പില്ലായ്മയ്ക്ക് ഇത് ദിവസേന ലേശം അതിൻ്റെ ഒരു പൊടിയാക്കിയിട്ട് എടുത്തിട്ട് ലേശം പിന്നെ പഞ്ചസാരയോ കൽക്കണ്ടോറ്റോ ചേർത്ത് കൊടുത്തു കഴിഞ്ഞാൽ വിശപ്പില്ലാത്ത ആൾക്കാർക്ക് വിശപ്പും രുചിയും ഉണ്ടാവാൻ നല്ലതാണ്.